നല്ല മാച്ചിങ് ബാഗാണല്ലോ. ആ ഉടുപ്പിന്റെ പോലെ തന്നെ ഉണ്ടല്ലോ ബാഗും. ഒരുമിച്ചുള്ളതാണല്ലേ? എന്തെങ്കിലും ഉണ്ടോ ബാഗിന്റെ ഉള്ളില്? ചോക്ലേറ്റ് ഉണ്ടോ? ആണോ? അപ്പൊ എന്തോ ഒരു ജാങ്കോ പാട്ടാണല്ലോ. മലരും കിളിയും ഒരു ആ പാട്ട്. ഒരു കുടുംബം. ഫ്ലവർ ആൻഡ് ബേർഡ്സ് ആർ വൺ ഫാമിലി. ഓക്കെ. അപ്പോൾ 1983 റിലീസ് ചെയ്ത ആട്ടക്കലാശം എന്ന ചിത്രത്തിൽ നമ്മുടെ ദാസേട്ടൻ ആലപിച്ച മലരും കിളിയും ഒരു കുടുംബം എന്ന പാട്ടാണ് നമ്മുടെ ദ്യുതിക്കുട്ടി പാടാൻ പോകുന്നത്. ഇതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് രവീന്ദ്ര മാഷാണ്. വരികൾ എഴുതിയിരിക്കുന്നത് പൂവച്ചൽ ഖാദർ സാറാണ് അല്ലേ? വളരെ ശരിയാണ്. ഇതിൽ വേറെ നല്ല നല്ല പാട്ടുകളുണ്ട്. ലീല തിലകം ചാർത്തി ലാസ്യവിലാസിനിയായി ലീല. പിന്നെ നാണമാകുന്നോ മേനി നോവുന്നോ എന്റെ കൈകൾ നിന്നെ മൂടുമ്പം. യെസ്. അപ്പോ അങ്ങനെയുള്ള നല്ല നല്ല പാട്ടുകളുള്ള ഒരു സിനിമയാണ് ആട്ടക്കലാശം. അതിലെ മലരും കിളിയും കുടുംബം എന്ന ഗാനം ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ദ്യുതിക്കുട്ടി ആലപിക്കാൻ പോവുകയാണ്. ഇതൊന്ന് പിടിക്കുക. ഇതൊന്ന് പിടിക്കുക. ഞാൻ തൂക്കട്ടെ ഇങ്ങനെ. അയ്യോ, അതിലെ ചോക്ലേറ്റ് ഞാൻ എടുത്തോട്ടെ. പാടി കഴിഞ്ഞിട്ടേ തരുള്ളൂ. ഇപ്പൊ എടുക്കാൻ പാടില്ല. മിണ്ടാണ്ട് അവിടെ ഇരിക്കണം. പാടി കഴിഞ്ഞിട്ട് നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടർത്തും വസന്തം. മലരും കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം.
നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടർത്തും വസന്തം ലലല ലലല ലലലലല 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 താങ്ക് യു. അപ്പൊ ദ്യുതികുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 96.75 ഔട്ട് ഓഫ് 100. താങ്ക് യു. അപ്പൊ ദ്വിതി